പിന്നെ ബാക്ക്. അപ്പോൾ ചന്ദനമഴ എപ്പിസോഡ് 3 അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ വിചാരിച്ചു കുറെ നാളെ സീരിയൽ റോസ്റ്റ് ചെയ്യുന്നു, ഇനി കുറച്ച് നാള് മൂവി റോസ്റ്റ് ചെയ്യാം, എന്നിട്ട് സീരിയൽ ചെയ്യാന്ന്. പക്ഷേ പാർട്ട് 4 വേണം എന്നുള്ള നിങ്ങളുടെ നിരന്തരമായ കമന്റുകൾ കണ്ടെന്റെ മനസ്സ് മാറി. ഞാൻ വിചാരിച്ചു പാവം നമ്മുടെ അമൃത കൊച്ചിന് എന്ത് സംഭവിച്ചെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത ശേഷം കറക്റ്റ് ഡേറ്റ് പറഞ്ഞത് ഓഗസ്റ്റ് 31 ശനിയാഴ്ച എനിക്കൊരു കോൾ വന്നു. വിളിച്ചത് വേറെ ആരുമല്ല, ചന്ദനമഴ സീരിയലിൽ വർഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഷാലു ചേച്ചിയാണ് വിളിച്ചത്. ആളുടെ ഹസ്ബൻഡ് മെൽവിൻ ചേട്ടനാണ് വിളിച്ചത്. എന്റെ ചേച്ചിക്ക് ഫോൺ കൊടുത്തു. അപ്പൊ തന്നെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി, ഞാനൊരു പാവമാണ്, എന്നെ ചീത്ത പറയരുത്. അപ്പൊ ചേച്ചി പറഞ്ഞു, ചീത്ത പറയാനൊന്നുമല്ല വിളിച്ചേ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഇങ്ങനെയൊക്കെ വിളിച്ച് അപ്രിസിയേഷൻ പറഞ്ഞപ്പോ, അതായത് നമ്മൾ റിയാക്ട് ചെയ്ത ഒരു ആക്ട്രസ് തന്നെ നമ്മൾ വിളിച്ചിട്ട് അതിന്റെ അപ്രിസിയേഷൻ പറഞ്ഞപ്പോൾ ഇറ്റ്സ് സോ മോട്ടിവേറ്റിംഗ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഷാലു ചേച്ചിയും മെൽവിൻ ചേട്ടനും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക് യു. അടുത്തൊരു കാര്യം നമുക്ക് വീഡിയോയിൽ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇടുന്നവരിൽ നിന്നും 3 പേർക്ക് നമ്മൾ ഫുൾ മീറ്റ് ഷവർമ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കമന്റ് ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2369 കമന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ ചെയ്തതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരാൾ സെലക്ട് ചെയ്യുന്നത് ലോഡ് ആവില്ല. സോ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് pickawinner.co എന്ന് പറഞ്ഞൊരു സൈറ്റ് കണ്ടുപിടിച്ചത്. ടൈപ്പ് സൈറ്റ് ഒന്നുമല്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അപ്പൊ അവിടെ നമ്മുടെ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്ന് ഓൺ ആയിക്കോട്ടെ. അപ്പൊ അവിടെ നമ്മുടെ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫെച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എല്ലോ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു. അപ്പൊ നമ്മുടെ എല്ലാ കമന്റ്സും ഇതിലേക്ക് ലോഡാവട്ടെ. അപ്പൊ കഴിഞ്ഞ ഗിവ് അവേ വിന്നർ, അതായത് ചിക്കൻ ബിരിയാണി കിട്ടിയതിൽ ഒരാൾ മാത്രമാണ് എനിക്ക് മെസ്സേജ് അയച്ചുള്ളൂ. രണ്ടാമത്തെ വിന്നർ പ്ലീസ് പെട്ടെന്ന് മെസ്സേജ് അയക്കൂ. ഒന്നില്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കൂ, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അയക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് തരൂ. ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ കമന്റ്സ് ലോഡ് ആവുന്നുണ്ട്. 1700, 1800, 1900, 2000, 2200, 2300, 2371 കമന്റ്സ് ഉണ്ട് ഗൈസ്. അപ്പൊ 2 കമന്റ് കൂടി ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ ഗ്യാപ്പിൽ വന്നു. അപ്പൊ നമുക്ക് എന്തായാലും വിന്നറെ പിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വിന്നർ ദിൽഷ വി. പാർട്ട് 4 വെയിറ്റിംഗ് കമന്റ് ഇട്ട ദിൽഷ വി ആണ് ആദ്യത്തെ വിന്നർ. രണ്ടാമത്തെ ആരാ നോക്കാം. ഷവർമയ്ക്ക് വേണ്ടി ഒരു കമന്റ് ഇട്ട യൂസർ എന്ന് പറയുന്ന ഒരു പയ്യനാണ് രണ്ടാമത്തെ വിന്നർ. മൂന്നാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യാം. ഗായത്രി പാർട്ട് 4 കമന്റ് ഇട്ട ഗായത്രിയാണ് മൂന്നാമത്തെ വിന്നർ. അപ്പൊ 3 പേരെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവരുടെ 3 പേരെയും കമന്റ്സ് ഞാൻ ഇവിടെ കാണിക്കാം. ഇവരെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കും, നിങ്ങളുടെ അഡ്രസ് അയക്കും, ഞാനാണിതെന്ന് നിങ്ങൾ തെളിയിക്കൂ. തെളിയിക്കണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി, കമന്റ് കാണിച്ചു തന്നാൽ മതി. അപ്പൊ ഇന്നത്തേൽ നിങ്ങൾക്ക് ഷവർമ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വീഡിയോയിൽ കമന്റ് ഇടുന്നവരിൽ നിന്നും 2 പേർക്ക് ഞാൻ അൽഫാം മന്തി വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ഫുള്ളൊന്നല്ല കേട്ടോ, ക്വാർട്ടർ വാങ്ങിച്ചാലുള്ളൂ. 2 പേർക്ക് അൽഫാം മന്തിയും 2 പേർക്ക്, കാരണം നമ്മുടെ വീഡിയോയിൽ ഒരുപാട് സ്ത്രീ ജനങ്ങൾ, ലേഡീസ് കുറെ കമന്റ്സ് ഇടുന്നത് കണ്ടു. അപ്പൊ 2 പേർക്ക് നമ്മുടെ അമൃത യൂസ് ചെയ്യുന്ന ഐലൈനർ അതും നമുക്ക് വാങ്ങിച്ചു തരാം. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കൊച്ചു കമന്റ്സ് ഇവിടെ ഇടുക. പിന്നെ ഇപ്പൊ വീഡിയോ ഒന്ന് കിട്ടുന്നതിൽ ഒരു പകുതി വരുമാനത്തോളം നമ്മൾ തിരിച്ച് നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ അൽഫാം മന്തി ഒക്കെ ഫുള്ള് വാങ്ങിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ കൊച്ചു ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് എനിക്കൊരു 10-20 പേർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ വ്യൂസ് കൂടി കഴിഞ്ഞാൽ ഷവർമയും കൂടും, മന്തിയും കൂടും, എല്ലാം കൂടും. അപ്പോൾ പ്ലീസ് ഡു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. എന്തായാലും സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമ്മുടെ അമൃതയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. കഴിഞ്ഞ എപ്പിസോഡിൽ വീട് വിട്ടുപോയ അമൃതയ്ക്ക് എന്ത് പറ്റിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? ഒന്നും പറ്റിയില്ല. 5 മിനിറ്റ് കഴിയുമ്പോ തിരിച്ചൊന്ന്. നീ എങ്ങനെ ഇവിടെ വന്നു? മുറി വിട്ട് പുറത്ത് പോരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മുറിയുടെ പുറത്താ അമൃതാബിയിലേക്ക്. ഞാൻ അപ്പുറത്തെ ജംഗ്ഷൻ വരെ പോയി വന്നമ്മേ. നടക്ക്. അവൾ ആർക്കോ വേണ്ടിയാ നുണ പറയുന്നത്? എനിക്കത് ഉറപ്പാ. എന്റെ പൊന്നു പ്രേം നസീറെ, അല്ല മധു, പിന്നെ അവിടെ ആരുള്ള വർഷം അല്ലാണ്ട് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ മോങ്ങുന്നേ? അതോ എനിക്കും ചോദിക്കാനുള്ളത്. നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല. അതോ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചോ? ഉമ്മളാദേവി മലയാളത്തിലെ പ്രമുഖ നടനായ. നിന്നെ ഞാൻ തല്ലിയിട്ടുണ്ടോ? അടിച്ചില്ല, എടുത്തെറിയത്. നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാനും മധുമതിയും തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. അത് ശരിയാ. നിങ്ങളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. ചുമ്മാ അങ്ങോട്ട് എത്തള്ള. ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ സംഭവിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഏത് കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്? അതെ, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? പല കാര്യങ്ങളിലും അമ്മ ഉറച്ചൊരു തീരുമാനം എടുക്കാത്തോണ്ടാ ഊർമിള ഇങ്ങനെയൊക്കെ. അതെ, ഇയാള് കുറെ തീരുമാനം എടുത്ത്. നീ ആഗ്രഹിക്കുന്നതൊന്നും നിനക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലാന്ന് എനിക്കറിയാം. എന്നാലും എന്തായിരിക്കും കിട്ടാത്തത്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമൃതനെ പിന്നെ ഉമ്മർലാദേവി ഇറക്കി വിടും. നിനക്ക് വീട്ടിൽ പോകണമെന്നല്ലായിരുന്നു ആഗ്രഹം, ഇറങ്ങി പോടി എന്ന് പറയും. ആവശ്യമില്ലാത്തത് എന്ത് വീട്ടിലിരുന്നാലും
അത് വലിച്ചെറിയണം. ഓ റിയലി? ഊർമിളെ, കവി ബി ലൈക്ക്, എന്നിട്ട് എന്താ ഉമ്മറിലെ നീ എന്നെ വലിച്ചെറിയാത്തത്? അങ്ങനെ ഉമ്മർല ദേവി അമൃതേനെയും കൊണ്ട് മായാവതിയുടെ അടുത്തെത്തും. അപ്പൊ മായാവതി സന്തോഷിക്കും. അപ്പൊ ഉമ്മർല വന്നിട്ട് പറയും, അയ്യേ പറ്റിച്ചേ, ഇതൊരു പ്രാങ്ക് ആയിരുന്നേ. അങ്ങനെ ചക്കിക്കും വല്യച്ഛനും ഒക്കെ ഉമ്മർലാദേവി വാങ്ങിച്ച ഗിഫ്റ്റ് അമൃത വാങ്ങിച്ചതാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വല്യച്ഛന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് അമൃത തിരിച്ചു വരും. ഇതൊക്കെ ചിത്രം വരയ്ക്കാൻ വലിയൊരു വൈറ്റ് ബോർഡും വാങ്ങിച്ചു കൊടുക്കും, കുറച്ച് കളറും വാങ്ങിച്ചു കൊടുക്കും. പറയും പടം വരയ്ക്കുമ്പോളെ വലിയ ചിത്രകാരിയാവുന്നു. നിന്നെ അറിയാത്തവര് നിന്റെ ഈ സ്നേഹം കണ്ടാൽ അതിശയിച്ചു പോകും. ഇത്രയും അഹങ്കാരിയായ സ്ത്രീയോ എന്ന്. ശരിയാ, ഞാനും തെറ്റിദ്ധരിച്ചു. ഈ മാലും കമ്മലും കിടുന്നുള്ളൂ, ഒരു പാവം അത്. മറ്റുള്ളവർക്ക് തോന്നുക നീ ഒരു നാലാംകിട അമ്മായിമ്മയാണെന്ന്. സത്യം തന്നെയല്ലേ, തിരുത്തണ്ട. അന്ന് അവളെ ആദ്യമായി കണ്ടപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇവളാണ് എന്റെ മരുമകളെന്ന്. നമ്മൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ മരുമോൾ അറ്റ് ഫസ്റ്റ് സൈറ്റ്. കറക്റ്റ് അല്ലേ? ഉമ്മർലാദേവി കരയുന്നു. അഞ്ജലിക്കൊരു വിവാഹാലോചന. അത് കഴിഞ്ഞ് നമ്മുടെ അഞ്ജലിക്ക് ഒരു വിവാഹാലോചന വന്നിരിക്കുകയാണ്. വേറെ എവിടെ നിന്നല്ല, സോമനാഥ് അസോസിയേറ്റ്. സോംനാഥ് അസോസിയേറ്റ്സ് നമ്മുടെ ഈക്വലന്റ് ബിസിനസ് ഗ്രൂപ്പാണ്. ഇവരൊക്കെ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയണ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അമ്മേ, ഇന്നൊരു പൂജ നടത്തണം. അഞ്ജലി പൂജ ചെയ്യട്ടെ. അത് ശരി, കല്യാണാലോചന വന്നാലും പൂച്ചയാ. നിവേദ്യത്തിന് പൊങ്കലായിക്കോട്ടെ. അപ്പൊ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കൽ വെക്കാൻ വേണ്ടിയിട്ട് അമൃതേനെ ഏൽപ്പിക്കും. ഈ പൊങ്കലിലാണെങ്കിൽ സവാളയും ഇഞ്ചിയും ഇതൊന്നും ഇടാൻ പാടില്ല, ഇട്ട് കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാവുന്നതാണ് ഉമ്മർലാദേവി പറയുന്നത്. പൊങ്കലിൽ ഭഗവാൻ സവാള ഇഞ്ചിയൊക്കെ ഇട്ട് കഴിച്ചോട്ടെ. ഇത് വർഷ കേൾക്കും. വർഷ ഇടാൻ പാടില്ലല്ലേ? ഞാൻ നേറ്റ് എടി അമ്മ വിളിക്കുന്നെന്ന്. പൊങ്കൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ വർഷ ഫോൺ കൊണ്ടുപോയി അമൃതയുടെ കൊടുത്തിട്ട് അമൃതേനെ നൈസായിട്ട് അടുക്കളയിൽ നിന്ന് മാറ്റും. എന്നിട്ട് അമൃത കാണാണ്ട് സവാള അരിഞ്ഞിട്ട് പൊങ്കലിലിടും. നിവേദ്യം എടുത്തു വെച്ചിട്ടില്ലേ? പൂജാമുറി ഒരുക്കി കഴിയുമ്പോൾ ഉമ്മർലാദേവി പറയും, നിവേദ്യം വെക്കി, വേഗം എടുത്തുകൊണ്ട് വരാൻ പറയും. ഞാൻ പഴനി പോയി തല മുണ്ടനം ചെയ്യും. അത് കഴിയുമ്പോൾ ഉമ്മർലാദേവിയും വർഷയും ഒരു ബെറ്റ് വെക്കും. പൊങ്കലിൽ സവാള ഉണ്ടെങ്കിൽ ഉമ്മർലാദേവി തല മുണ്ടനം ചെയ്യുന്നു പഴനി പോയിട്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ചട്ടുകാലുമായി നടക്കാം. ഇൻ കേസ് സവാള ഇല്ലെങ്കിലോ വർഷ ചട്ടുകാലിയായിട്ട് നടക്കണം. വർഷ ലൈക്ക്, ഞാനല്ലേ സവാള ഇട്ടത്, ഇന്ന് ഉമ്മർലാദേവിയുടെ തല മോഷ്ടടിച്ചു തന്നെ ഞാൻ. അമൃത പോയിട്ട് വേറൊരു പാത്രത്തിലിരുന്ന പൊങ്കൽ പകർത്തി ഇല വെച്ച് മൂടിയിട്ട് നടന്നു വരും. എന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോ ഇല മാറ്റും. സവാള കാണാനില്ല. ഇത് അവിടെ നിന്ന് പകർത്തിയപ്പോ അമൃത നീ കണ്ടില്ലേ? വർഷിച്ച് സവാള ഇഞ്ചിയൊക്കെ ഇട്ടതാണല്ലോ. അപ്പൊ അമൃത ആലോചിക്കും, ഷേ സവാള ഇടുന്നത് ഞാൻ കണ്ടതാണല്ലോ, ഈ സവാള എവിടെ പോയി? നിന്നെ ഇഷ്ടമുള്ള ആരെങ്കിലും ചെയ്തതാവാം. അവിടെയാണ് ട്വിസ്റ്റ്. നമ്മുടെ ഉമ്മർലാദേവി ഇത് നേരത്തെ മനസ്സിലാക്കി ഉമ്മർലാദേവി വേറെ പൊങ്കൽ ഉണ്ടാക്കിണ്ടായി. നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരാ? മുത്തശ്ശി, പിന്നെ മധുമതി അമ്മ. അപ്പോ ഞാൻ ഈ ലിസ്റ്റിലില്ലേ? ചോദിക്കങ്ങോട്ട്. പിന്നെ ഏത് ലിസ്റ്റിലാ? ഞാൻ അമ്മയെ ആ ലിസ്റ്റിലല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എന്റെ അവകാശം. അവകാശം? അതെന്ത് തേങ്ങ? അമ്മ എന്റെ അവകാശം. അപ്പൊ അവകാശം ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാവില്ലേ? മോളെ, നമ്മുടെ ഉമ്മർലാദേവി എന്ത് ധ്യാനം കൂടി തോന്നുന്നുണ്ട്. സ്വഭാവത്തിലൊക്കെ എന്തൊരു മാറ്റം അല്ലേ? ഒരു ഫോൺ വന്നാ അത് എടുക്കണം. എടുക്ക. അപ്പൊ അമൃത അവിടെ നിക്കായിരിക്കട്ടാ. അപ്പൊ അർജുന്റെ ഫോൺ ബെല്ലടിക്കും. അപ്പൊ ഉമ്മർലാദേവി പറയും, നീയാണ് ഭാര്യ, നീ എന്ത് ചെയ്യണം? നീ അവളുടെ ഫോൺ എടുക്കണം. എന്താ? ഹലോ. അപ്പൊ അർജുൻ വരും. അർജുൻ വരുമ്പോ ഗണേഷ് ഇന്നസെന്റിനെ മൺചിത്രത്താഴിൽ ഒറ്റയ്ക്കാക്കിട്ട് പോണത് പോലെ ഉമ്മർലാദേവി അമൃതേനെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോക്കങ്ങോട്ട് പോകും. അല്പം മെന്റൽ ഡിസീസ് ഉള്ള കുട്ടിയാ. അത് ശരി, നീ ആള് കൊള്ളലട വന്നീ. നിന്നോട് ഫോൺ എടുക്കാൻ ആരാ പറഞ്ഞേ? ഇതൊക്കെ ഒളിച്ചിരുന്ന് കാണുന്ന നമ്മുടെ ഉമ്രള ഇവിടെ ഉണ്ടായിരുന്ന. ധൈര്യമായിട്ട് പ്രശ്നങ്ങളെ നീ നേരിടണം. അമൃതമിലെ തള്ള മര്യാദക്ക് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞതാ. നിങ്ങളാണ് എടുക്കെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത അടിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനമില്ല. ചെല്ല്, സ്നേഹത്തോടെ അവൻ ഒരു കപ്പ് കോഫി കൊണ്ട് കൊടുക്ക. അപ്പൊ ഉമ്മർലാദേവി അമൃതയ്ക്ക് അർജുനെ വളയ്ക്കാൻ ഐഡിയ പറഞ്ഞു കൊടുക്കും. അവൻ ചിലപ്പോ അത് തട്ടിത്തെറിപ്പിച്ചെന്ന് വരാം. ഓ, അപ്പൊ ഇത് ഇതിൽ ഐഡിയ ആയിരുന്നല്ലേ? എടായി കോഫി. എന്താ റൊമാൻസാ? റൊമാൻസ്? റൊമാൻസിന് പറ്റിയൊരു മോന്ത. അപ്പൊ നിന്റെയോ? നിന്നോട് ഞാനിപ്പോ കോഫി കൊണ്ടുവരാൻ പറഞ്ഞു. തിലകന്റെ ഡയലോഗ്. നീ എന്നെ പരിഹസിക്കാനല്ലേ? അർജുന്റെ കലിപ്പൊന്നും മറക്കാവുള്ളാട്ടാ. അപ്പൊ അർജുന്റെ മെയിലീഗും അങ്ങോട്ട് കറക്റ്റാവും. അഞ്ജലിയുടെ വിവാഹം കൂടെ കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാം. ആ എന്താ മുത്തശ്ശി, കഴിഞ്ഞില്ലേ കണ്ണടയ്ക്കാൻ പറ്റില്ല? എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യം, എന്തിനാ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? ഈ വിവാഹം നടക്കില്ലെന്ന് ഞാൻ അവരെ അറിയിക്കാൻ പോവാ. അതെന്തോ? അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ അമ്മ മരിക്കാനാണെങ്കിൽ അവൾക്ക് വിവാഹം വേണ്ട. ഓ, സീൻ. അർജുന്റെയും മക്കളുടെ വിവാഹം കൂടെ കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ പിന്നെ മുത്തശ്ശിക്ക് ഒരിക്കലും മരിക്കേണ്ടി വരില്ല. ഈ അമൃതയും അർജുനും കൂടി ഒന്നായിട്ട് വേണ്ടേ ഒരു കുഞ്ഞിക്കാല് കാണാൻ? പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ അറേഞ്ച് ചെയ്യണം. പൂജ? ഇതെന്താണിത്? പൂജ ഫാമിലിയാ? ഇളയമ്മേ, ആ, ഇനി
എനിക്കും എന്തെങ്കിലും ഒരു ജോലി താ. ഒരാവശ്യമില്ല, ചുമ്മാ പോയിട്ട് അങ്ങോട്ട് പണി വാങ്ങിക്ക. ഈ വീട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അലങ്കരിക്കാനുള്ള ജോലി നിനക്ക്. വർഷമീലേക്ക് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നീ ഈ വീട് വിട്ട് പോണം. നല്ല നാത്തൂൻ എവിടെ കിട്ടും ഇങ്ങനത്തെ നാത്തൂനെ? എല്ലാവരും അഞ്ജലിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മാല കൊടുത്തോട്ടെ? യോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞവർക്ക് ഇനി ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കാണ്ടാ കേട്ടോ. ആഹാ, അർജുൻ, അന്യനിൽ നിന്ന് അമ്പിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുണ്ട് അർജുന്റെ. എന്താ അമൃതയും അമ്മയും അടുത്തത് അർജുന് ഇഷ്ടമായില്ല. അർജുന് പോസിറ്റീവ്നെസ്. കൃത്യസമയം പാലിക്കുന്നത് എന്റെ ഒരു ശീലമാണ്. ഒരു കല്യാണാലോചന വന്നപ്പോഴേക്കും വീട് മാറിയ. എന്റെ മരുമകള് അമൃത, അർജുന്റെ ഭാര്യ. അമൃതനെ പെണ്ണ് കാണാനാണോ വന്നേ? ഇക്കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കാണാൻ ബുദ്ധിമുട്ടാ. അർജുൻ, യു ആർ സോ ലക്കി. ലക്കിയല്ല, അവൻ പക്കിയായിരിക്കും. സോമനാഥന്റെ മൂത്ത മോനും മരുമോളാട്ട് അവിടെ ഇരിക്കണേ. അപ്പൊ ഈ ഡയലോഗ് കേൾക്കുമ്പോ അവൻ എന്റെ ഭാര്യനെ കണ്ടപ്പോ അമ്മ അച്ഛൻ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞേ. അപ്പൊ വർഷ വരും. ഇതെന്റെ മരുമകൾ വർഷ. ഹലോ. ഹലോ, ഹായ്. മധുമതിയുടെ മരുമോള് കുറച്ച് മോഡേൺ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇതാണ് മോഡേൺ. വർഷ സൂപ്പറാ. അമൃത, ആ ഫ്രൂട്ട്സ് എടുത്തോണ്ട് വരും. അപ്പൊ കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമൃതേനോട് പഴം എടുത്തോണ്ട് വരാൻ. അപ്പൊ വർഷയ്ക്ക് നമ്മുടെ സാമിയുടെ ഒരു ശൈലിയ എന്ന് പറയുന്ന ആള് കുറെ ചീഞ്ഞ പഴം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമൃതേ, അങ്ങനെ അമൃത താക്കോല് കറക്കിക്കൊണ്ട് പോകുമ്പോ വർഷ അമൃതന്റെ റൂമിലിട്ട് അങ്ങോട്ട് പൂട്ടും. എന്നിട്ട് ചീഞ്ഞ പഴം എടുത്ത് തട്ടിൽ വെക്കും. അഞ്ജലി ഫ്രൂട്ട് കൊടുക്കാൻ പോകുമ്പോ വർഷ ഇടങ്കാലിട്ട് വീഴ്ത്തും. ഈ പ്രപ്പോസൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഇത്രയും അങ്ങനെ കല്യാണം മുടങ്ങും. നിങ്ങളുടെ മകള് ഞങ്ങളുടെ കുടുംബത്തിൽ കാലെടുത്ത് വെച്ച കുടുംബം മുടിഞ്ഞു പോകും. സത്യം ചേട്ടാ, ചേട്ടന് ബുദ്ധി ഉണ്ട് കേട്ടോ. കല്യാണം മുടങ്ങി നിറഞ്ഞ ഉമ്മർലാ ദേവി ഭദ്രകാളിയാവും. എന്നിട്ട് അമൃതയുടെ കളിക്ക് പിടിച്ചിട്ട് ഇടി ബഹളം. അമ്മേ അയ്യേ, സ്വപ്നായിരുന്ന നിങ്ങളെന്താ ആളെ പറ്റിക്ക. നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുമതി ചെന്നിട്ട് വാതിൽ തുറക്കുമ്പോ ഫ്രൂട്ട്സ് ഒക്കെ തെറിച്ച് വീഴും. ചീഞ്ഞ പഴം കാണും. എന്നിട്ട് അതൊക്കെ എടുത്ത് മാറ്റും. ഇതിന്റെ ചീത്ത കൂടി അമൃത ആക്കേണ്ടി വരും. അവർക്ക് കൊടുക്കാൻ ചീഞ്ഞ ഫ്രൂട്ട്സ് വാങ്ങിച്ചത് നീയല്ലേ? അമൃതയുടെ വായിൽ പഴവട്ടോ. അതൊട്ട് പുള്ളിക്കാരി ഒന്നും മിണ്ടൂല. ഇങ്ങനെ നിന്ന് കരയും. ഒരു CCTV വെച്ചാൽ തീരാവുന്ന പ്രശ്നം ഈ ദേശായി കുടുംബത്തിലുള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മിണ്ടി പോവരുത്. എന്റെ പൊന്നു ഉമ്മർലാ ദേവി, വർഷയാണ് ഈ ഫ്രൂട്ട്സ് മാറ്റിയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ? നീ എത്ര മാപ്പ് പറഞ്ഞാലും ഈ തെറ്റ് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ക്ഷമിക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും അമ്മ എന്റെ അടുത്തേക്കൊന്ന് വരുമോ? ദേ ഇരുന്ന് കരയണ്. ഇവിടെ ആദ്യം എടുത്ത് തോട്ടിലെറിയണം. എന്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഉമ്മർലയ്ക്ക് വിഷമം, അമൃതയ്ക്ക് കരച്ചിൽ. ഉമ്മർലയ്ക്ക് വിഷമം, അമൃതയ്ക്ക് കരച്ചിൽ. കൈപ്പിഴ വരാതെ സൂക്ഷിക്കേണ്ടതല്ലേ? ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ സ്ട്രിക്റ്റാ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതെനിക്കറിയാലോ. എന്തായാലും ബാലചന്ദ്രനോട് എന്നെ വന്നത് കാണാൻ പറയും. ബാലേന്ദ്രനാ? ഏത് ചന്ദ്രൻ? വിവാഹം ഉടനെ നടക്കോ? പ്രധാന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അഞ്ജലിനെ ആരോ ഷാഡോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഷാഡോ ഇട്ട ചെക്കനെ കാണിക്കും. കൊള്ളാവോ? പമ്പോ റോൾഡ് ഗോൾഡിന്റെ കമനീയ ശേഖരം. ഈ വീട്ടിലെ ജോലികള് നിങ്ങൾ ഒരുമിച്ച് ചെയ്യണ്ട. ഇനി തൊട്ട് ലിസ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യേണ്ടതുള്ളൂ. പെൺകുട്ടികള് കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വേണം അടുക്കളയെ കയറാൻ. എന്റെ മുത്തശ്ശി എന്റെ സംശയിച്ചു, ആൺകുട്ടികൾ കുളിക്കാണ്ട് അടുക്കളയിൽ കയറാമോ? എന്റെ വേറൊരു സംശയമാണ്, ഈ സിസിലിയടത്തേക്ക് അവിടെ എന്താ പണി? പൂജ ചെയ്യാൻ എത്ര മണിക്ക് എഴുന്നേൽക്കണം അമൃത? 5 മണിക്ക്. ഇതെന്താ അമൃതയാണ് ഈ വീട്ടിലെ മേൽശാന്തി? പൂജ ചെയ്യാൻ രാവിലെ തന്നെ. വർഷ, പോയി താളിച്ച മോരുണ്ടാക്കി വെക്ക്. താളിച്ച മോരോ? താളിച്ച മോരാ? അതെന്ത് സാധനം? അത് ഉണ്ടാക്കാൻ അറിയില്ലേ? അതൊക്കെ അറിയാം. വർഷത്തിലേക്ക് താളിച്ച മോരല്ലേ? എനിക്കറിയാം. മോര് തിളപ്പിച്ച് പത വന്ന് കഴിയുമ്പോഴാണോ പഞ്ചസാരയും കായോ ഇടേണ്ടത്? പൊന്നു വർഷേ, ഫോൺ വിളിക്കാണ്ട് യൂട്യൂബിൽ നോക്ക്. നിന്നോട് താളിച്ച മോരുണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ട്. ഇറ്റ്സ് നോട്ട് താളിച്ച മോര്, ഇറ്റ്സ് താളിച്ച മോര്. താളിച്ച മോരുണ്ടാക്കാനുള്ള ചേരുവകൾ എടുത്തു തന്നാ നീ ഉണ്ടാക്കും. കറിവേപ്പില, പിന്നെ ജീരകം. ഉമ്മർലാ ദേവി, ഒന്ന് എറിഞ്ഞു നോക്കാം. ശർക്കര? ശർക്കര. പക്ഷെ ശർക്കര ഞാൻ മറന്നിരിക്കായിരുന്നു. ഉമ്മർലാബിയിലേക്ക് നിനക്ക് താളിച്ച മോരുണ്ടാക്കാൻ അറിയാന്ന് എനിക്ക് മനസ്സിലായി. കൽക്കണ്ടം, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഉപ്പ്, കടുക്, 2 കഷ്ണം കാഞ്ഞിരക്കുരു. അല്ലെ? ശരിയാ ശരിയാ. മതി മതി മതി. എന്റെ പൊന്നു ദൈവമേ, ഈ സാധനമൊക്കെ കൂടി
മോരിലിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. മോരില് ശർക്കര സൂപ്പർ ആവും. എല്ലാം കഴിഞ്ഞ ശേഷം വർഷാവും ഞാൻ ഉണ്ടാക്കിയ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്റെ കൈപ്പുണ്യം എനിക്ക് അറിയണല്ലോ. എന്താണ് ഇത്? ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? ശ്ശോ, എന്താ കെയറിങ്. ഇഷ്ടമുള്ളത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താളിച്ച മോരാണോ? എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ നിനക്ക്? അമ്മയ്ക്കറിയായിരിക്കും. കറക്റ്റാ. അവനെ എങ്ങനെ വിളിക്കണോന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അർജുന്റെ രാജാവാണ്. അവൻ ഇങ്ങനെ വിളിച്ചാൽ അവൻ കേക്കും. കമ്പനിക്കാര്യത്തിനിടയില് സ്വന്തം ആരോഗ്യം കൂടി നോക്കണ്ടേ? അമൃത ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവളെ അടുത്ത് തോട്ടിലേക്ക് അറിയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നിന്നെ വിളിക്കാൻ അമൃത അയക്കാം. അർജുൻ ബി ലൈക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ അവളെ വിടോ എന്നാ ഞാൻ 9 മിനിറ്റ് ആകുമ്പോഴേക്കും അവിടെ എത്തിക്കോളാം. കമ്പനിക്കാര്യത്തിനിടയിൽ സ്വന്തം ആരോഗ്യം കൂടി നോക്കണ്ടേ? ചിരിയൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ടാ. നീ അമ്മയെ പരിഹസിക്കുകയാണല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കാണ്? മിണ്ടി പോരുത്. ഇറങ്ങിപ്പോ. അമൃത ബി ലൈക്ക് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പറഞ്ഞ ഡയലോഗൊന്നും തെറ്റിയില്ല. പിന്നെ ഇവരെന്തിനാ എന്നെ ചാടി കടിക്കണേ? താളിച്ച മോര് അവള് നന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഇന്ന് ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. ശരിക്കും ഈശ്വര, വർഷം എങ്ങനെയെങ്കിലും അതൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരണേ. പണിയെടുക്കണതൊന്നും കാണാനാ. പിന്നോട്ട് സഞ്ചരിക്കാൻ ഞാൻ മറന്നു പോയിരിക്കുന്നു. സന്തോഷ് ബ്രഹ്മി കഴിക്കണത് നല്ലതായിരിക്കട്ടാ. താളിച്ച മോരുണ്ടാക്കി മുന്നിൽ വെച്ച് കൊടുത്തിട്ട് ഊർമിളാദേവിയെ കൊണ്ട് വീട്ടിലെ സകല ജോലി ഞാൻ ചെയ്യിക്കും. ആരെങ്കിലും വരുന്നോ നോക്കണേ. അതൊക്കെ നോക്കിക്കോളാം. അങ്ങനെ വർഷ അമൃതേനെ സോപ്പിട്ട് താളിച്ച മോരുണ്ടാക്കി കഴിഞ്ഞ ശേഷം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഗംഭീരായിട്ടുണ്ട്. ഗംഭീര ഉർമിള ചമ്മി നന്നായിട്ടുണ്ട്. എന്താ സമ്മതിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അത് അമൃത ഉണ്ടാക്കി തന്നെയാ. ടേസ്റ്റ് ഉണ്ടെന്ന് സമ്മതിക്ക്. വർഷ താളിച്ച മോരുണ്ടാക്കിയാൽ ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ തോൽവി സമ്മതിച്ച ഉമ്രുളാദേവി ഉണ്ടല്ലോ, പാത്രം കഴുകാൻ പോകും. പാത്രം കഴുകാൻ പോയി നിൽക്കണ ഉമ്രുളാദേവി നോക്കുമ്പോ വർഷം ഉണ്ടാക്കിയാണ് മറ്റേ മോര് അവിടെ ഇരിക്കുന്നത്. ഉമ്രുളാദേവി ഇത് മോരൊന്ന് ടേസ്റ്റ് ചെയ്തോടെ. ഈശ്വര, എന്റെ വയറ് വരെ അടിച്ചേ. എക്സ്പ്രഷൻ. അപ്പോ ഞങ്ങൾ കഴിച്ച മോര് ആരുണ്ടാക്കിയതാ? എന്റെ പൊന്നും ഉമ്രുളാദേവി, വേറെ ആരാ? അമൃത. വർഷയ്ക്ക് താളിച്ച മോരുണ്ടാക്കാൻ അറിയില്ലാന്ന് മധുമതിയോട് ഞാൻ പന്തയം വെച്ചു. അവൾക്ക് മോരുണ്ടാക്കി കൊടുത്ത് നീ എന്നെ വേലക്കാരിയാക്കിയല്ലേ? എന്താലേ ഒരു താളിച്ച മോരും വീട്ടു ജോലി എടുത്തെറിയണം അമൃതനെ. ഇതെന്താ വല്ല വേസ്റ്റ് കവറാണോ എടുത്തെറിയാൻ? അങ്ങനെ ദേശായി ബംഗ്ലാവിലെ എല്ലാ ജോലിയും നമ്മുടെ ഉമ്രുളാദേവി അങ്ങോട്ട് ചെയ്യും. തുണി അലക്കണ രമണൻ അല്ല ഉമ്രുളാദേവി. നിനക്ക് എന്താ വേണ്ടെന്ന്? എന്റെ സംശയം എന്ന് വെച്ചാൽ ഇത്ര വലിയ വീടാ, വലിയ ഫാക്ടറി, വലിയ ഓഫീസൊക്കെ ഉണ്ട്. ഇവർക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചോടേ. ഞാൻ സഹായിക്കട്ടെ ഇളയമ്മേ? പട്ട് സാരി എടുത്ത് സ്വർണ്ണമാല ഇട്ട് മേക്കപ്പ് ഇട്ടുണ്ട് തുണി അലക്കണ ചേച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണാം. എനിക്ക് കിട്ടാതെ പോയ അമ്മയുടെ സ്നേഹം ഞാനൊന്ന് അനുഭവിച്ചോട്ടെ. എന്നൊന്ന് വെറുതെ വിട്ടേക്ക്. വർഷാവിലേക്ക് ഇവൾക്ക് ഭ്രാന്തായ. അമൃത, അമൃത. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയായി കഴിയുമ്പോ ഉമ്മർലാദേവി അമൃതേനെ വിളിക്കും. അമൃത, അമൃതേ, അമൃതോ, അമൃതോ. അമൃത ഇതൊന്നും കേൾക്കാതെ അയാൾ പടം വരയ്ക്കുകയാണ് ഗൈസ്. പൊളിസാനം. ഞാൻ പറയുന്നത് അമ്മ കേൾക്കുന്നുണ്ടോ? എന്നാലും എന്തൊരു കണ്ണീരടയത്. അമ്മേ മാപ്പ്. കേരളത്തിന്റെ ഇന്ത്യയുടെയാ. എന്തായാലും വെറൈറ്റി ഉണ്ട്. നിനക്ക് മാത്രമേ വിഷമമുള്ളൂ? അമൃതയുടെ മൈൻഡ് വോയിസ്. എന്റെ പൊന്നു ഉമ്മർലാദേവി, എന്നോട് ഡയലോഗ് അടിക്കാണ്ട് പടം വരച്ചത് നോക്ക്. ഞാൻ കഷ്ടപ്പെട്ട് വരച്ചല്ലേ. അങ്ങോട്ട് നടക്കുന്നു ഉമ്മർലാദേവി തിരിച്ചു. ദേഷ്യം പോയി. ഇത് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ആണല്ലോ. എന്റെ മനസ്സിലെ അമ്മ ഇങ്ങനെയാ. പക്ഷെ എന്റെ മനസ്സിൽ അമൃത ഇങ്ങനെയല്ല, ഫുൾ ടൈം കരഞ്ഞോണ്ടിരിക്കണേ. നിന്നെ സ്നേഹിക്കുന്നു പറയുന്നവര് നിന്നെ ചൂഷണം ചെയ്യാണെന്ന്. അത് തന്നെ നിങ്ങളും ചെയ്തോണ്ടിരിക്കണ ഉമ്മർലാദേവി. നിന്റെ ജീവിതം നിനക്ക് മാത്രം ഉള്ളതാണ്. ഉപദേശം ഊക്കും കൂടി ഒരുമിച്ച് വേണ്ടട്ടാ. താളിച്ച മോരുണ്ടാക്കിയില്ലെങ്കിൽ ചേച്ചിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അത് കഴിഞ്ഞ് അമൃത സത്യം പറയും. എല്ലാവർക്കും മനസ്സിലാവും താളിച്ച മോരുണ്ടാക്കിയത് നമ്മുടെ അമൃതയാണ്, വർഷമല്ലാന്ന്. ഇളയമ്മേ, എനിക്ക് മാപ്പ് തരണം. മാപ്പാണോ? മോളിലെ പടത്തും ഇരിക്കണ്ട് അമ്മേ മാപ്പ്. അത് മതിയാ. പ്രഷർ കുക്കറിന്റെ വെയിറ്റ് എടുത്ത് മാറ്റി ആ സ്ഥാനത്ത് ഈ വെയിറ്റ് വെക്കണം. നെക്സ്റ്റ് ഡേ നമ്മുടെ സ്വാമി വർഷയ്ക്ക് ഒരു കുക്കറിന്റെ വിസിൽ കൊണ്ടേ കൊടുക്കും. ഈ വീട്ടിലൊരു അപകട സാധ്യത. അറ്റ് ദ സെയിം ടൈം പുള്ളി വീട്ടിൽ വന്നിട്ട് പറയും ഈ വീട്ടിൽ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, ഒരു പൂജ വേണമെന്ന് പറയും. നിവേദ്യത്തിനായി കടലപ്പായസം ഉണ്ടാക്കണം. അപ്പൊ ഉമ്മർലാദേവി അമൃതേനോട് പറയും നീ പോയി കടലപ്പായസം ഉണ്ടാക്ക്. കരിങ്കാളിക്ക് മുന്നിൽ പൂജ നടത്തുമ്പോ നിന്നെ കൊണ്ട് ഉണ്ടാക്കിക്കാം. വർഷയ്ക്ക് പിന്നെയും ഇൻസൾട്ട്. നിന്നോട് അമൃതയുടെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ ഇത്താണോ? കലി തുള്ളി വരുന്ന ഭദ്രകാളി പൂജ അടുക്കളയില്.
അപ്പൊ അതിന്റെ ഇടയ്ക്ക് വർഷ പോയിട്ട് കുക്കറിന്റെ വിസിൽ മാറ്റും. എനിക്ക് തോന്നണെങ്കിൽ ഒരു 3-4 എപ്പിസോഡ് കുക്കർ പൊട്ടിത്തെറിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് വലിപ്പിക്കും. അമൃത പോണ്ട, എന്നാ ഞാൻ പോയി നോക്കാം. അങ്ങനെ കുക്കർ നോക്കാൻ വേണ്ടിട്ട് ഉമ്മർലാദേവി അടുക്കളയിലേക്ക്. അപ്പൊ ഒരു ശബ്ദം, കുക്കർ പൊട്ടിത്തെറിക്കുന്നു, ഉമ്മർലാദേവി മരിച്ചില്ലേ? എല്ലാവരും ഓടുന്നു അടുക്കളയിലേക്ക്. അയ്യോ, കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ഉമ്മർലാദേവിനെ കാണാനില്ലേ? എടാ നീയൊക്കെ മണ്ടനാണോ? അവിടെ കുക്കർ മാത്രല്ലേ ഉള്ളു, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. കണ്ടറിഞ്ഞൂടെ അമ്മ അവിടെ ഇല്ലാന്ന്? ഹലോ, ഉമ്മർലാദേവിക്ക് കറക്റ്റ് സമയത്ത് ഒരു കോള് വന്നത് കൊണ്ട് ഉമ്മർലാദേവി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പട്ടായനെ. പിന്നെ എല്ലാവരും പൂജ ചെയ്യാൻ പോകുമ്പോ അർജുൻ കലിപ്പും. ഇതെങ്ങനെ സംഭവിച്ചു? കുക്കർ പൊട്ടിത്തെറിക്കുന്നതിനേക്കാളും പകരം അർജുൻ പൊട്ടിത്തെറിക്കണ്. അമ്മ അടുക്കളയിൽ പോയപ്പോ മാത്രം ഇതെങ്ങനെ സംഭവിച്ചു? അർജുന്റെ കലിപ്പ് ഒറ്റ ഫ്രെയിം, ഒരു സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? എവിടെ പോയി? കടലെ വിശന്നപ്പെടുത്ത് കഴിച്ച്. എനിക്കറിയണം, കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. കലിപ്പൻ അർജുൻ കലി ഉള്ളിട്ട് കണ്ണ് രണ്ടും പുറത്തേക്ക് വന്നു. ഇതെന്റെ അമ്മയുടെ ജീവന്റെ പ്രശ്നമാണ്. ഇന്നൊരു LIC എടുക്ക്. ആ അമ്മയാ നീ ഇന്ന് കൊല്ലാൻ ശ്രമിച്ചത്. മൃതാവിലേക്ക് എന്ത് തേങ്ങ? അവിടെ ഇരിക്കും. ഈ കുപ്പി വേണോ? ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കുക്കർ പൊട്ടിത്തെറിച്ചാലും പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ എല്ലാരും എന്റെ നെഞ്ചത്തേക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്റെ ശിക്ഷ ഞാൻ നടപ്പാക്കും. ശിക്ഷ നടപ്പാക്കാൻ നീ ആരുടെ ജഡ്ജാ? എടാ കഴുത്തിൽ പിടിച്ചോണ്ട് പോകാൻ അമ്മക്ക് എന്താ കോഴിയാ? അർജുൻ മോനെ, വേണ്ട മോനെ. ഒന്നും പറയണ്ട, ഞാൻ അനുസരിക്കില്ല. എടാ ഇവൻ എന്താ ശ്വാസം മുട്ടുണ്ടോ? ഇതെന്ത് എക്സ്പ്രഷൻ അർജുന്? എന്റെ പൊന്നമൃതേ, നിന്റെ രണ്ടും ഉണ്ടക്കണ്ണില്ലേ, ഒന്ന് വാടയ്ക്കരോ? ആ ബീഹാറിലോ അവിടെ രണ്ടും കൊടും വരൾച്ച നീട്ടി ഇത് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരൾച്ച മാറും. ഈ ചീത്ത കേട്ട വിഷമൊക്കെ അമൃത കൺവേർട്ട് ചെയ്യും. അതായത് കരച്ചിലിൽ നിന്ന് പെയിൻ കൺവേർട്ട് ചെയ്തിട്ട് പടം വരയ്ക്കാൻ തുടങ്ങും. ലാസ്റ്റ് നമ്മുടെ ഉമ്മർലാദേവി അടുക്കളയിൽ പോകുന്നു, കുക്കറിന്റെ വിസിൽ കണ്ടുപിടിക്കുന്നു, അന്വേഷിക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, കണ്ടുപിടിക്കുന്നു വർഷയാണ് ഇത് നടത്തിയതെന്ന്. ഇത് കണ്ടുപിടിച്ച ശേഷം വർഷനെ വീട്ടിൽ നിന്ന് ഇറക്കിടും. രാമസ്വാമിയാണേ. അപ്പൊ വർഷയുടെ രക്ഷകനായിട്ട് സാമി കയറിയിട്ടുണ്ട്. ഇപ്പൊ യാത്ര നന്നല്ല. സാമി പറയും വർഷനെ ഇറക്കി വിടരുത്, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കണം എന്ന് പറയും. എന്തിനാണെന്ന് പറയേ. അതേ പോണവൻ. ഇന്നു മുതൽ ഞാൻ ഗസ്റ്റ് റൂമിൽ കിടക്കുന്നത്. അമൃത പറയും അരുത്, പോവരുത്, പുറത്ത് കിടക്കരുത്. അർജുൻ ഞാൻ പുറത്തല്ല കിടക്കണം, ഞാൻ ഗസ്റ്റ് റൂമിലാ. എടേ അവിടെ എന്തടേ കിടക്കേം തലോണി ഒന്നും ഇല്ല, നീ എന്തിനാ ഇവിടെ നിർത്തുകൊണ്ട് പോണേ? അർജുനോട് ഞാൻ സംസാരിക്കാം. എന്തൊക്കെ വെറൈറ്റി പൊട്ടാണല്ലോ ഇവര് തുടർന്നത്. ആദ്യം നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് അമൃതയും നിങ്ങളുടെ മരുമകൾ വർഷയുമാണ്. അർജുൻ നല്ല ബെസ്റ്റ് മോനാ. ഇവർക്ക് രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കാൻ പോവാണ്. അമൃതയ്ക്കും വർഷയ്ക്കും ശിക്ഷ കൊടുക്കാൻ പോവാണ്. എന്താണ് ശിക്ഷ? ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറെടുത്തിട്ട് അമൃതയുടെയും വർഷയുടെയും കൈ കൂട്ടി കെട്ടിയിട്ട് വീട്ടിലെ പണി മൊത്തം എടുക്കണം. ഇത് എപ്പോഴെങ്കിലും അഴിച്ചു മാറ്റിയാൽ ശിക്ഷ ഇതിലും വലുതായിരിക്കും. ഇതിനും വലുത്. അപ്പൊ കാല് കെട്ടിയിട്ട് പണിയെടുക്കാനായിരിക്കും. എടേ ഇത്ര വലിയ വീട്ടിലൊരു മോപ്പില്ലടേ നിലം തുടയ്ക്കാൻ, നിലത്തിരുന്ന് തുടയ്ക്കണം, അത് പട്ടുസാരി കൊടുത്തിട്ട്. ഇവിടെ പണിയെടുത്തങ്ങ് മല മറിക്കുന്നല്ലേ? അമൃത വി ലൈക്ക് എന്നെ പണിയൂലേ, ഞാൻ കാണിച്ചുതരാം. എന്റെ റൂമിൽ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വിരിച്ചേക്കണേ. എന്റെ പൊന്ന അമൃത, നിനക്ക് കളിയാക്കിയാലും മനസ്സിലാവില്ല, ഞാൻ വിരിക്കാന്ന്. അഞ്ജലിയിലേക്ക് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അവിടെ എവിടെയെങ്കിലും നിന്നാ തീർന്നു. 5-ലധികം കാമുകന്മാരുള്ളവരെ ബ്ലാക്ക് ബോർഡ് എന്നാ വിളിക്കുന്നേ. ആർക്കും കേറി പടം വരച്ചിട്ട് പോവാമല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ 5 കൂടുതൽ ലൈനുള്ളവരെ വേറെ അതിവിടെ പറയണ്ട. നിന്റെ അമ്മയെ പോലെ ഒരു തരിയുടെ അമ്മായിയമ്മയുടെ സ്നേഹം നീ അനുഭവിക്കട്ടെ. ഇഞ്ചാതിവരാക്ക്. ശേഷം അമൃത വർഷക്കിട്ട് 2-3 പണി കൊടുക്കും. വർഷയുടെ നെറ്റിയിൽ എന്നിട്ട് ഉദയ സൂര്യന. പണ്ട് നമ്മൾ സ്കൂളിൽ 2 മല വരച്ചിട്ട് അതിന്റെ നടക്കൊരു സൂര്യന വരക്കില്ലേ, അതേപോലെ ഇല്ലേ പൊട്ട്. ഇവരുടെ കെട്ടഴിച്ചുവിട്. അവസാനം നമ്മുടെ അമ്മ ഇടപെട്ട് കെട്ടഴിക്കും. വരാൻ. എടാ അമൃത എന്താ പശു കയറ് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാ? എന്തിനാ നിനക്ക് ശിക്ഷ കിട്ടിയത്? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ചെണ്ടടാ പൊന്ന് ദേണ്ട കിടക്കണ്. നിനക്കതിൽ വിഷമൊന്നുമില്ലേ? ഞാൻ നന്നാവാൻ വേണ്ടിയല്ലേ. അമ്മ ശിക്ഷ എനിക്ക് നന്നാവണം അമ്മേ. സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. സ്വാതന്ത്ര്യം കൊടുക്കണ ആളെ ഉമ്മർലാദേവി, എനിക്ക് ചിരിക്കാൻ വയ്യ. ഈശോയെ, എന്റെ അമൃതമോളുടെ കയ്യിൽ ഇറുകിയ പാട്. ഞാൻ ഓയിൽമെന്റ് തേച്ചരാം. അതിൽ ഇറുകിയ പാടിന് എന്തോ ഓയിൽമെന്റ് ആയിരിക്കും തേച്ചേ. നായർ,
നമ്മുടെ ഫാമിലി ഫ്രണ്ട്. അതേ നമ്മുടെ അർജുനും ഉമ്മർലാദേവി വിളിച്ചിട്ട് പറയും KK നായരുടെ മോളുടെ കല്യാണമാണ്, നീ പോണെന്ന് പറയും. പറയും ശരി അമ്മ ഞാൻ പോവാം. ഇന്ന് അർജുന്റെ കൂടെ ഒരു വിവാഹത്തിന് പോണം. ഉമ്മർലാദേവിയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. അമൃതേനെയും അർജുനെയും കൂടി ഹണിമൂൺ വിടാനല്ലേ? നിങ്ങളും കൂടി പൊയ്ക്കോ. അർജുനും അമൃതയും പോയാൽ മതിയല്ലോ. വർഷാപ്പിലായിക്കും എന്റെ അമ്മായിമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനെത്ര അമ്മായിമ്മ പോര്? വിവാഹസ്ഥലം മാന്യന്മാർ മാത്രം വരുന്ന ഇടമാണ്. ദേശായി കുടുംബത്തിന് അപമാനം മാത്രം ഉണ്ടാക്കി വെക്കരുത്. വർഷയുടെ ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. ഇല്ല ഇളയമ്മേ. അയ്യേ, ഒരു പിടി സ്വപ്നങ്ങളുമായി അമൃതയും അർജുനും അഭിഷേകും വർഷയും യാത്ര തിരിക്കും. അമൃതയിലേക്ക് പോകാൻ എനിക്ക് നാണോ? അമൃതയിലേക്ക് ഇത് തന്നെയാ പറ്റിയ അവസരം. വർഷേച്ച് പിടിച്ചതുപോലെ ഞാനും പിടിക്കാം. ഇപ്പൊ കിട്ടും. പൊടി. ഓ, ഇവിടെ സീറ്റിലൊക്കെ ഭയങ്കര പൊടി. ഞാൻ പൊടി തട്ടാൻ വേണ്ടി കൈ നീട്ടിയതല്ലേ, കൈമ പിടിക്കാനൊന്നും അല്ലാട്ടോ. അർജുൻ സിഗ്മ അമൃതയുടെ അടുത്ത് മാത്രം. ഞാനേ വല്ലാതെ റൊമാൻറ്റിക് ആവുന്നു. കാറ് ഓടിച്ച് അഭിഷേക് ഒരു മലയുടെ മുകളിലെത്തും. നമുക്കൊന്ന് കറങ്ങിട്ട് പോവാം. വേണ്ട, വേഗം അവിടെ എത്തണം. ഇവനൊട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ. അഭിഷേകം വർഷം പോണത് കണ്ടിട്ട് അമൃത നമുക്കും പോവായിരുന്നു. നിനക്ക് കാണണ്ടേ ഈ സ്ഥലങ്ങളൊക്കെ? ഇവന്റെ സൗണ്ടിനൊക്കെ എന്തൊരു മാധുര്യം. കൂടെ വരുമെങ്കിൽ വരാലോ. ഓ, അന്യനീന്ന് റെമ എഫക്റ്റ് അടിച്ച് ഒന്ന് ചുറ്റി നടന്ന് കാണാൻ തോന്നുക. എന്നാൽ വാ. എത്ര പെട്ടെന്ന് സെറ്റായ ഞാൻ വിശ്വസിക്കൂല. സ്വപ്നമായിരിക്കും. സ്വപ്നം കൺഫേംഡ്. കൈമിയൊക്കെ പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. നമ്മളെ പറ്റിക്കാനാണ്. ഇവരുടെ ഒരു എപ്പിസോഡിൽ തന്നെ 5 സ്വപ്നം ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് വണ്ടി എടുക്കാൻ നോക്കുന്ന അഭിഷേകിന് എന്ത് ചെയ്താ വണ്ടി സ്റ്റാർട്ട് ആവില്ല. വണ്ടി കംപ്ലൈന്റ്. എന്താന്നറിയില്ല, നമ്മൾ കേറ്റം കയറി വന്നപ്പം വണ്ടി ശരിയാക്കാൻ ഒരു ചേട്ടനെ വിളിച്ചോണ്ട് വരും. ചേട്ടൻ ഇങ്ങനെ നോക്കുമ്പോ അഭിഷേക് ഓയില് ഇതാണ് എഞ്ചിൻ, നീ മിണ്ടാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാന്ന്. ഇനി സ്റ്റാർട്ട്. ഇയാൾ എന്നിട്ട് നന്നാക്കണേ. പമ്പിങ് സ്മൂത്ത് അല്ല, കമ്പനി സർവീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. പുള്ളി പറയും ഇതിന്റെ എന്തോ കംപ്ലൈന്റ് ആണ്, അവിടെ കൊണ്ടുപോകണം പറയും. തൽക്കാലത്തേക്ക് ഞാൻ ശരിയാക്കി തരാം. അത് ശരി, എന്നാ പിന്നെ തനിക്ക് അത് ആദ്യം പറഞ്ഞാ പോരെ. മിനിമം 2 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ നിങ്ങൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണും. ചേട്ടൻ എന്താ കെയറിങ്? ഇത്ര കെയറിങ് പോലും നമ്മുടെ അർജുൻ മോനില്ല. നാണം വരുന്നുണ്ട്. എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല. നീ ഒരു കിളി. കിളിയാ? ഏത് കിളി? ഓ, വെകിളി. ഈശ്വര, ഇവനാരേതൻ? കോൾ കേളാണെന്ന് ഉറപ്പാ. നമുക്കൊന്ന് ടൂൺ ചെയ്താലോ? എടാ, ടൂൺ ചെയ്യാൻ അവളെന്താടാ റേഡിയോ? അതാണെങ്കിൽ ട്യൂൺ ചെയ്യാൻ പറ്റിയ ഒരുത്തൻ, റേഞ്ച് ഇല്ലാത്തവൻ. ഞാൻ അവിടെ മുട്ടാൻ പോവുക. ഞാനില്ലേ. മുട്ട് അവന് ബുദ്ധിയുണ്ട്. അവൻ നൈസായിട്ട് ഒഴിഞ്ഞു. അമൃത പേടിച്ചോടി അർജുന്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കും. അർജുൻ, നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വാല് പോലെ നടക്കുന്നേ? ഈ ശല്യം നിന്ന് എന്റെ പുറകെ കിടക്കണേ. എവിടെയെങ്കിലും നിൽക്ക്. അവിടെ ഇങ്ങനെ ഇരുന്നൂടെ? നാശം. മറ്റേ ചേട്ടൻ ഇത് എന്നെ മുട്ടാൻ പറ്റിയ ഗ്യാപ്പ്. അവൻ വേണമെങ്കിൽ പോയി മുട്ടന്നിട്ട്. ഓ, അണ്ണന്റെ റൊമാൻറ്റിക് നോട്ടം തന്നെയാണ്. അമൃതവിലേക്ക് ഇവൻ എന്തിനാടാ എന്നെ നോക്കണേ? ഇവന് വയ്യേ? പോം. മീശയൊക്കെ പിരിച്ചിട്ട് എടുത്ത് ഹലോ, പോയാലോ? എവിടെ പോവാന്നാ? എവിടേക്ക്? എന്റെ കൂടെ പോരെ, കുറച്ച് കാശ് അധികം തരാം. ചേട്ടൻ ടെററാട്ടാ. മര്യാദക്ക് വന്നില്ലെങ്കിലേ പൊക്കിയെടുത്ത് കൊണ്ടുപോ. ഞാൻ യെസ്, അർജുൻ കണ്ടു. അർജുൻ അടിപൊട്ടിയ വഴി മറ്റവന്റെ കൂട്ടുകാരൻ കാർ എടുത്തുകൊണ്ട് പോയി. നല്ല കൂട്ടുകാരൻ, അവന് നല്ല ബുദ്ധിയാ. നിന്റെ ആവശ്യം കഴിഞ്ഞില്ലേ? ഇനി ആവശ്യം ഉണ്ടെങ്കിലേ 2 മണിക്കൂർ കഴിഞ്ഞു. പൊന്നു ചേട്ടാ, ക്യാമറയൊന്നും അനക്കാണ്ട് പിടി, കാണാൻ പറ്റുന്നില്ല. ഈ ഡീലടയ്ക്ക് ആരടാ ക്യാമറ സൂം ചെയ്ത് കളിക്കുന്നേ? കത്തിയാ?
കത്തിയൊക്കെ പിടിച്ച ചേട്ടൻ ടെറർ തന്നെ. അർജുൻ മോന്റെ നിന്ന് ചിരിക്കണ്. എടാ സീരിയസ് ആടാ. പണ്ട് മാങ്ങ എറിഞ്ഞിട്ട് ഉന്നം വെച്ചിട്ട് അമൃത അവിടെ ഇരിക്കുന്ന ഒരു തടി കഷ്ണം എടുത്തിട്ട് മറ്റേ തലക്ക് കാട്ട്. അമൃത ചുമ്മാ വാ, ചെറിയ സീൻഡാ. അലക്കടി കിട്ടിയ ചേട്ടൻ ഇതാണ് യഥാർത്ഥ ഭാര്യ. അപ്പൊ അഭിഷേക വർഷ ഡ്യൂപ്ലിക്കേറ്റാ. അങ്ങനെ ഇടിയും ഫൈറ്റും ഇതൊക്കെ കഴിഞ്ഞ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറും. അമൃത ബി ലൈക്ക് സ്പൂൺ തരാണ്ട് ആരടെ കത്തിയൊക്കെ തന്നത്? കൈ കൊണ്ടെടുത്ത് കഴിച്ചോ. അപ്പൊ അഭിഷേക് പറയും ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ കഴിച്ചോ. എടാ ചേച്ചിക്ക് ആ ചേച്ചിയുടെ കാര്യം നോക്കിയാ പോരെ, അങ്ങോട്ട് നോക്കി ഇരുന്ന് ഇളിക്കണെന്തിന്? ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോ അമൃത ബി ലൈക്ക് ഈ പാത്രമൊക്കെ എടുക്കട്ടെ, കഴുകി വെക്കാം. അതൊക്കെ അവര് ചെയ്തോളും. അത് എന്തൊരു പാവോടാ ഈ കൊച്ച്. ഇതിനെങ്ങനെ അവന് ചീത്ത പറയാൻ തോന്നുന്നു? തങ്കക്കോട്ടം. അത് കഴിഞ്ഞിട്ട് അവര് ഓയോ റൂം എടുക്കും. വേഗം ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങിക്കോ. എന്നിട്ട് സ്വപ്നം കണ്ടോ എന്നോടൊപ്പം ജീവിക്കുന്നതായിട്ട്. അമൃത ബി ലൈക്ക് പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ല. അപ്പോ സ്വപ്നത്തില് കൂടെ വരാൻ ഇഷ്ടമാണല്ലേ? നീ അവനെ എറിഞ്ഞു വീഴ്ത്തില്ലായിരുന്നെങ്കിൽ ആ കത്തിയും പിടിച്ചു വാങ്ങി ഞാൻ അവനെ പോലീസ് ഏൽപ്പിച്ചനെ. എന്താ ഡയലോഗ്, എന്താ തള്ളു. ഇവിടെ സ്റ്റേ ചെയ്യാനേ ഏട്ടനോട് ഞാൻ വെറുതെ നമ്പർ ഇട്ടതാ. എടാ കള്ള, നിന്റെ ചാട്ടം കെട്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഭയങ്കര തണുപ്പ്. തണുപ്പോ? തണുക്കും. എന്നിട്ട് ഇവിടെ വിത്ത് ബ്ലാങ്കറ്റ് അല്ലേ? എന്ത് തണുപ്പാണ് ഇവിടെ. തണുക്കും. ഏട്ടത്തിന് നിസ്സാര കാര്യമാണ് ചെയ്തേ. കുത്തി കൊലപ്പെടുത്താൻ വന്നതല്ലേ ഒറ്റ ഏറ് താഴിട്ടത്. പൊട്ടൻ ഏട്ടത്തീട്ടിനെ പുകഴ്ത്തി. ഇനി വർഷയ്ക്ക് ഇഷ്ടപ്പെടോ? നശിപ്പിച്ച്. വിവാഹത്തിനൊരു 5000 പേരെങ്കിലും ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. പോണ വഴിക്ക് കാറ് കേട്ടോ. ശരിയാക്കുന്ന അഭിഷേകിന്റെ മുഖത്തൊക്കെ കരി വരും. ഡ്രസ്സിൽ മുഖത്ത് നിറച്ച് കരിയാണല്ലോ. അപ്പൊ അർജുൻ പറയും നമുക്കൊരു കാര്യം ചെയ്തെങ്കിൽ തുണിക്കടയിൽ നിർത്തുന്നിട്ട് ഡ്രസ് മാറ്റാൻ. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ATM പോയിട്ട് വരാം. അഭിഷേക് ഡ്രസ് എടുക്കാൻ പോകും, അർജുൻ ATMക്ക് പോകും. എന്ത് ചൂടാ ഇതിനുള്ളില്, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. അപ്പൊ വർഷ പറയും അമൃതേ അകത്ത് ഭയങ്കര ചൂട്, നീ പുറത്തിറങ്ങി നിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ പുറത്തിറക്കിയിട്ട് താക്കോൽ അകത്ത് വെച്ച് ഡോർ അടയ്ക്കും. എന്നിട്ട് അമൃതേനോട് പറയും പണ്ട് നീ ഡോർ ലോക്ക് ചെയ്തപ്പോ ഹെയർ പിന്നിട്ട് തുറന്നില്ലേ, അതേപോലെ ഇതിന്റെ ഒന്ന് തുറക്ക്. അവിടെ ഒരു സ്ത്രീ കാർ മോഷ്ടിക്കാൻ നോക്കുന്നു. എന്നിട്ട് ഇതേ വർഷം എന്നെ റോട്ടിൽ നിൽക്കുന്ന ചേട്ടന്മാരെ വിളിച്ചിട്ട് പറയും കാറ് മോഷ്ടിക്കണേ. എല്ലാരും കൂടി അമൃതേനെ കള്ളിയാക്കും. കൊള്ളാല കളി. എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇത് കണ്ട അഭിഷേകം അങ്ങോട്ട് ഓടി വരും. അഭിഷേകം ഒന്ന് കഴിയുമ്പോ അഭിഷേകിനെ എല്ലാരും പിടിച്ചിടിക്കും. ഒറ്റയിടി പുറത്തു പോയില്ല, എല്ലാം എനിക്ക് കിട്ടിയിട്ട്. അഭിഷേകിനെ ഇടിക്കണ കാണുമ്പോ വർഷ അങ്ങോട്ട് വരും, വർഷേനെ പിടിച്ചിടിക്കും. അപ്പൊ നമ്മുടെ അർജുൻ ഓടി വരും. അർജുൻ ദേശായില്ലേ ഇത്? സാറിന്റെ കാറായിരുന്നു. അർജുനെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം. ചിരിക്കണ്ട നീ, വല്ലാണ്ട് ഇടിയൊക്കെ കൊടുത്തിട്ട് പാപ അഭിഷേകിന് എന്ത് ഇടിയെ? മനസ്സമാധാനം കെടുത്താനാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇതൊക്കെ അറിയുന്ന ഉമ്രുള്ള ദേവി പിന്നെയും അമൃതേനെ ചീത്ത പറയും. വാവ്, ഇത് മോഡേൺ ആയിട്ടാണ്, ഇതിന് കുറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. നെക്സ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് അർജുന്റെ കുറച്ച് ഫ്രണ്ട്സ് വരും ഫുഡ് അടിക്കാൻ. അമ്മേ, ഇത് അരുൺ പ്രകാശ്. ഇവന്മാരാണ് അർജുന്റെ ഫ്രണ്ട്സ് ഒക്കെ, അമ്മാവന്മാരാണല്ലോ. കൊണ്ടുകൊടുത്തോളൂ. അമൃത മര്യാദയ്ക്ക് സിസിലി ചേച്ചിയുടെ അടുത്ത് ജ്യൂസ് കൊടുത്തിടും. ഉമ്മർല ദേവി പറയും നീ കൊണ്ടു കൊടുക്ക്, നിന്നെ അവൻ പരിചയപ്പെടുത്തും. സോറി. അപ്പൊ അവിടെ ഒരാളുടെ ജ്യൂസ് നിലത്ത് വീഴും. അപ്പൊ അമൃത വന്നത് ക്ലീൻ ചെയ്യും. അപ്പൊ അവിടുത്തെ ഒരാൾ പറയും പഴയ കമ്പനി MD വീട്ടിലെ അവിടെ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണം. അങ്ങനെ തന്നെ വേണം MD ആയി. അത് ഏത് MD? ആ MD യുടെ വീടെന്ന് പറഞ്ഞാൽ പറ്റും. ഇവിടുത്തെ വേലക്കാരെ അമ്മ ഇങ്ങനെയാ പരിശീലിപ്പിച്ചിരിക്കുന്നത്. ആ കിട്ടിയല്ല, സമാധാനമായല്ല. വൈഫ് ഇവിടെ ഇല്ല, അവള് വീട്ടിൽ പോയിരിക്കാം. അങ്ങനെ അമൃത വേലക്കാരിയാന്ന് കേട്ട് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് കരയും. അമ്മയുടെ കൈപ്പുണ്യത്തെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും പറയും സൂപ്പർ ഫുഡ്. ഉമ്മർല ദേവിയുടെ കൈപ്പുള്ള സൂപ്പർ. ഉമ്മർല പറയും അയ്യോ ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ മരുമകൾ ഉണ്ടാക്കിയതാ. അർജുന്റെ ഭാര്യ എന്റെ മരുമകൾ ഉണ്ടാക്കിയതാ. അപ്പൊ ഫുഡ് കഴിക്കുന്നവർ പറയും മരുമോളാ, അർജുൻ പറഞ്ഞു അവൾ അവളുടെ വീട്ടിലാണ്, ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഫുഡാണ് ഞങ്ങൾക്ക് അറിഞ്ഞത്. അർജുൻ പറഞ്ഞത് വൈഫ് ഇവിടെ ഇല്ലെന്നാണല്ലോ. അപ്പൊ ഉമ്മർല ദേവി പറയും ചിലപ്പോ അവൻ മറന്നതായിരിക്കും, ഞാൻ ഒരു കാര്യം ചെയ്യാൻ അവിടെ വിളിക്കാം. അമൃത, അർജുൻ അമ്മ വിളിക്കരുത്, ഞാൻ നാറും, ഞാൻ നുണ പറഞ്ഞതാന്ന്, പോവല്ലേ. അമ്മ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരില്ല. അമൃത മര്യാദയ്ക്ക് പറഞ്ഞത് ഞാൻ വന്നില്ല അമ്മേ, ഞാൻ വന്നില്ലാന്ന്. എന്നിട്ട് ഉമ്മർല ദേവി എന്ത് ചെയ്യും? അമൃതേനെ വിളിച്ചുകൊണ്ട് പോകും. നിങ്ങളെ ഒരു മൂവിക്ക് പോവാ. നോനോ, നിന്നെ ഏൽപ്പിച്ചിരുന്ന ഫയൽ പഠിച്ചോ നീ? ഹർഷ അഭിഷേകം ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങുമ്പോ അർജുൻ പറയും നീ ഫയൽ നോക്കിയോ? കള്ളപ്പന്നി, അവനും പോവില്ല, പോണവരെ പോവാൻ വിടൂല. ഇന്ന് തന്നെ പഠിച്ചതിന്റെ റിപ്പോർട്ട് എനിക്ക് തരണം. വർഷവിലേക്കും
ഇങ്ങനെ തോട്ടിലെറിഞ്ഞാലോ എന്റെ ലാലേട്ടന്റെ സിനിമ പോയി. നീനോടും കമാൻഡിങ് ആണല്ലോ അർജുൻ. ശരിയാ, എല്ലാരോടും ഇവൻ കമാൻഡിങ്ങാ. ഇവൻ ആരാ? മിലിറ്ററി ഓഫീസറാ. വർഷയ്ക്ക് വേണ്ടിയും ഒരു ദിവസം സൂര്യൻ ഉദിക്കും. ശരിയാ, വർഷം ഉദിക്കണം. എനിക്ക് കാണുന്നത് വെറുതെ നാണം കെടണ്ട, റൂമിലേക്ക് പോ. അപ്പൊ അമൃത വിചാരിക്കും അങ്ങോട്ട് പോണ്ട, പോയി കഴിഞ്ഞാൽ പിന്നെ നാണം കിട്ടും. ഇവര് വലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വന്നാൽ എല്ലാ സാധനവും നിലത്തിടാനുള്ള. ഹലോ, ഇതൊന്ന് ക്ലീൻ ചെയ്തേ. വേലക്കാരുടെ പേര് ഞങ്ങൾ എന്തിനാ ചോദിച്ചു വെക്കുന്നത്? ഉമ്രദേവി വേലക്കാരിയാ, ഇതെന്റെ മോളാണ്. മൂത്ത മരുമകളാണ്. പോയി പോയി USA കോൺട്രാക്ട് പോയി. ഇന്ന് രാത്രി അമൃതയ്ക്ക് തള്ളക്കി വിളിയേക്കാം. ഇവൻ ലോക നുണയനവൻ. നിന്റെ ഭാര്യയെ ഇവർക്ക് പരിചയപ്പെടുത്തു. ഇതിന്റെ വൈഫ് അമൃത. ഇതൊന്നും ഇന്നൊരു കശിയേ, ഞാൻ നാണം കെട്ട്. ഞാൻ നുണ പറഞ്ഞത് അവര് കണ്ടുപിടിച്ചു. അയ്യേ മോശം കേട്. ഇത് ഗിരീഷ്. ഇന്ന് രാത്രിക്ക് അമൃതയ്ക്കുള്ളതായിട്ട് ഓരോ സന്ദർഭവും നീ ഉപയോഗിച്ചിരിക്കും. അമൃത കലിപ്പ. ഇന്ന് ഇവിടെ വന്നവർക്ക് VIP കളാ. അവരുടെ മുന്നിൽ നിന്റെ ഒരു പൊട്ട ഇംഗ്ലീഷ്. നിനക്ക് നുണ പറയാൻ എന്റെ ഇംഗ്ലീഷിനാ കുഴപ്പം. ഒരാള് തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലോ? ഇപ്പൊ കിട്ടും. അത് ശരി, പിന്നെയും കരച്ചില്ല. കരച്ചില് മാറ്റാൻ വേണ്ടിട്ട് അമൃത ചെന്ന് പടം വരയ്ക്കാൻ തീരുമാനിക്കും. എന്റെ ഒരു ചിത്രം വരച്ചു തരൂ. അപ്പൊ അഞ്ജലി വന്നിട്ട്, ഏട്ടത്തി അമ്മ എന്റെ ഒരു പടം വരച്ചരോ? നിനക്ക് പടമല്ല, ഞാൻ വരച്ചരാടി. കൊടുത്തു. ഇതാണ് നിന്റെ യഥാർത്ഥ മുഖം. അമൃത സീൻ. ഈ അമൃതനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അഞ്ജലി മാല പണയം വെക്കാൻ വേണ്ടിട്ട് ഒരു ജ്വല്ലറി പോകും. വർഷം ഇത് കാണും. എങ്ങനെയാന്ന് എനിക്കറിയും. ഇന്ന് നാഗപഞ്ചമി, നല്ല ദിവസം. അപ്പൊ അന്നൊരു നാഗപഞ്ചമി ദിവസമായിരുന്നു. ചെക്കന്റെ വീട്ടുകാര് ക്ഷേത്രത്തില് പൂജ ചെയ്യാൻ വരും. അപ്പൊ ഇവരുടെ വീട്ടുകാരും അങ്ങോട്ട് പോണെന്ന് പറയും. ക്ഷേത്രത്തിൽ പോലുള്ള ഡ്രസ്സാ. അമൃത അർജുൻ ഇടാൻ വേണ്ടിട്ട് ഒരു ഡ്രസ് കൊണ്ട് കൊടുക്കും. അർജുൻ പറയും, ഈ ഡ്രസ് ഇന്ന് ഞാൻ ഇട്ടാൽ അർജുൻ ദേശായി എന്ന പേര് നീ മാറ്റിക്കും. അമൃത ഇത് തന്നെ ഇടിയിക്കും ഞാൻ. ഞാനാ ഈ ഡ്രസ് കൊടുത്തയച്ചത്. എന്താ അത് ബുദ്ധിമുട്ടായോ? ഇല്ലമ്മേ, അയ്യോ ഇവന്റെ പോലെ രാമൂൽ ബേബി. അമ്മ ഞാൻ ഇട്ടാളാ അമ്മേ. ഞാനിടാം. അപ്പൊ അർജുന എങ്ങനെയാ പേര് മാറ്റണ്ടേ നമുക്ക്? വൈ ഈ കല്യാണ പെണ്ണ് റോട്ടിൽ തെണ്ടി നടക്കുന്നു. വീട്ടുകാരൊക്കെ അവിടെ റെഡി ആവുന്നു. കല്യാണ പെണ്ണിനെ ആരും അന്വേഷിക്കുന്നില്ലേ? ഡോക്ടർ രവീന്ദ്രവർമ്മ. അതിന്റെ ഇടയ്ക്ക് പ്രശസ്ത ചിത്രകാരൻ രവീന്ദ്രവർമ്മ നമ്മുടെ അർജുൻ ദേശായിയുടെ ഓഫീസിലെത്തും. നമസ്കാരം. ഇതാരുടെ മോദിജിയുടെ അനിയനാ? നിങ്ങളെ പോലെയുള്ളവർ കൂടി ബുദ്ധിമുട്ടിയാലേ ചിത്രകലയ്ക്ക് ഒരു പ്രസക്തി ഉണ്ടാവും. ചിത്ര പ്രദർശനം നടത്താൻ പോകുന്നു. അതിന് സ്പോൺസർഷിപ്പ് ചോദിക്കാൻ വന്നതാ. വലിയ ജാടയൊന്നും വേണ്ടതാൻ. ശരി സർ. അതൊക്കെ പറഞ്ഞ് പുള്ളി തിരിഞ്ഞു നോക്കുമ്പോ എന്താണത്? ആരാണിത് വരച്ചത്? അമൃത അല്ലാതെ? ഇതിന് ട്രഡീഷണൽ ടച്ച് ഉണ്ട്. ചിത്രകാരിയുടെ മനസ്സിനെ എന്തോ ഗാഠമായി അലട്ടുന്നുണ്ട്. ഓ അഭിഷേക്, ഇതിനെങ്ങനെ അർത്ഥം ഉണ്ടായിരുന്ന? വണ്ടർഫുൾ. നമ്മുടെ ചിത്ര പ്രദർശനത്തിൽ പ്രദർശിപ്പിക്കും. അങ്ങനെ അമൃതയിലെ ചിത്രകാരിനെ മോഡിജിയുടെ അനിയൻ കണ്ടുപിടിക്കും. അത് ചിരിയാണെന്നേ. എന്നെ മോഡലാക്കി നിർത്തിയ അമൃതയ ചിത്രം വരച്ചത്. ചിത്രം പ്രദർശിപ്പിക്കാൻ വേണ്ടിട്ട് ഉമ്രലാദേവിനോട് അനുവാദം ചോദിക്കും. എലേമയോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അനുവാദം തന്നിരിക്കുന്നു. ചോദിക്കപ്പോ ഉമ്രലാദേവി ചോദിക്കും, കൊടുത്തോ, പ്രദർശിപ്പിക്കേ, എന്റെ മരുമോള് നാട്ടിൽ പാട്ടാവട്ടെ. വാ. എല്ലാവരും നാഗരാജാവിനെ പൂജിക്കാൻ വേണ്ടിട്ട് അമ്പലത്തിലേക്ക് പോകും. നാഗരാജാവിന്റെ പൂജ തുടങ്ങും. അപ്പൊ ആദ്യം നമ്മുടെ മായാവതി പാലൊഴിക്കും. അമൃത പാമ്പിന് പാലോട്ട്. അതേമ്പോ ഉമ്മർലാദേവി പറയും, അമൃത പാലൂട്ടു. അമൃത നാഗരാജാവ്. ഇന്ന് പാമ്പിന് പാലൂട്ടുന്നോണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അല്ല അമൃത, നിനക്ക് ഇതെങ്ങനെ അറിയാ? എല്ലാവരും പുറ്റിനുള്ളിലേക്ക് പാലൊഴിക്കും. അതുകൊണ്ട് പാമ്പിന്റെ ജീവൻ അപകടത്തിലാവും. അമൃത ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാണ്. എന്ത് വിഡ്ഢിത്തെ വിളിച്ചു പോകുന്നത്? കാലാകാലങ്ങളിൽ എല്ലാവരും ചെയ്തു വരുന്നില്ലേ അത്? ഡിഗ്രിയാണ് അവൻ. അവന്റെ ഡിഗ്രി. ഒരാള് സാധനം പറഞ്ഞ കോമൺ സെൻസ് ആണെങ്കിൽ തിങ്ക് ചെയ്തെടുത്തൂടെ നിനക്ക്? പാമ്പ് കോപിച്ച് ആരെയെ ക്ഷേത്രത്തിൽ കൊത്തിയിട്ടുള്ളത്? അവൻ ഡിഗ്രി ഉള്ളവൻ. നിന്നെ കൊത്തൂടാ. സ്വാമി പറയട്ടെ. അമൃത പറഞ്ഞത് സത്യമാ. ലാസ്റ്റ് മുത്തശ്ശി പറയും, ഒരു കാര്യം ചെയ്യും, സ്വാമി വാലിഡേറ്റ് ചെയ്യട്ടെ. സ്വാമി പറയും, ഓക്കെ, അമൃത പറഞ്ഞതാ കറക്റ്റ്. അമൃതയ്ക്കാണ് ബുദ്ധി. അമൃത വളരെ ബുദ്ധിമതിയാ, ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ. ഭയങ്കര ബുദ്ധി. അടുത്ത എപ്പിസോഡിൽ ഹാർഡ് ഡിസ്ക് കഴുകി അലക്കാനിടുന്ന ആളാണ് പറയണേ. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ കല്യാണ പെണ്ണ് അവിടെ നിന്ന് മുങ്ങുന്നത് എന്താണത്? എനിക്ക് മനസ്സിലാവണില്ല. ഇവൾക്ക് അറിയില്ല ഇവൾ അന്വേഷിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോണെങ്ങനെയത്? അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ആരും ഇത് അടിച്ചു മാറ്റിണ്ടു.
അപ്പൊ വർഷം ഇടങ്കാലിട്ട് വീഴ്ത്തിയിട്ട് പൈസ എടുത്ത് മാറ്റും. കോളേജിൽ വെച്ച് ബാത്റൂമിൽ കയറിയപ്പോ ആരോ ഫോട്ടോ എടുത്തു. അത് ശരി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നാ? ഇത് ദൃശ്യത്തിന്റെ കഥയിൽ അടിച്ചു മാറ്റിയതല്ലേ? അങ്ങനെ അഞ്ജലിക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ച് അഞ്ജലി കാറിന്റെ ഡാഷ്ബോർഡിൽ സാധനം വെക്കുന്നു, വർഷം അത് അടിച്ചു മാറ്റുന്നു. മറ്റേ ചെക്കൻ, ഏത് ഇവളുടെ കാമുകൻ തന്നെയാണ് മറ്റേ ബ്ലാക്ക് മെയിലർ, അയാൾ വന്ന് പൈസ നോക്കുമ്പോ പൈസ ആണെങ്കിൽ അർജുന ഒന്ന് കുങ്കുമം തൊട്ട് കൊടുക്കണം. അങ്ങനെ പൂജയൊക്കെ കഴിയുമ്പോ അർജുന് കുങ്കുമം തൊടാനോ ഭസ്മം തൊടാനോ എന്തിനോ അമൃത പോകും. അപ്പൊ അർജുൻ എന്തെങ്കിലും പറയും, അർജുന് കമ്പനിയിൽ നിന്ന് ഒരു കോള് വന്നു, ഇമ്പോർട്ടന്റ്. അമൃത അർജുന് ചന്ദനം തൊടാൻ പോകുമ്പോ പാമ്പ് 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 എടാ ഓടടാ പൊട്ടാ, നോക്കി നിക്കണം. അയ്യോ, കലിപ്പന്റെ ധൈര്യൊക്കെ എവിടെ പോയി? അമൃതയുടെ ഒച്ച കേട്ട് എല്ലാവരും ഓടി വരും. പാമ്പ് 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കണ്, അർജുൻ 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കണ്, 1/2 കിലോമീറ്റർ അപ്പുറത്ത് ബാക്കി എല്ലാവരും നിൽക്കണ്. എന്നിട്ട് അർജുൻ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ ഇവനറിഞ്ഞ് ഓടിയപ്പോലെ കാറി കയറിയിരുന്നൂടെ? നോക്കി നിൽക്കാതെ പാമ്പിനെ അടിച്ചു കൊല്ല്. അപ്പൊ സോമനാഥ് പറയും, അടിച്ചു കൊല്ലയിനെ. ഇത് നാഗരാജാവാ, ഉപദ്രവിക്കാൻ പാടില്ല. ഉപദ്രവിക്കരുത്, നാഗരാജാവ. ഇവർക്കൊക്കെ അവിടെ ഓടി രക്ഷപ്പെട്ടാ പോരണം. അർജുന്റെ തലയിലൊന്നും അല്ലല്ല പാമ്പിരിക്കണേ. നാഗരാജ, ഇദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, ഇതെന്റെ ഭർത്താവാ. ഇവനെ ബക്കിനാവെന്ന് മാത്രം വിളിച്ചാ പോരാ, സുമംഗലിയായിരിക്കാൻ അനുഗ്രഹിക്കണം. പാമ്പ് ബിലേക്ക് അനുഗ്രഹമല്ല തരാം, നാഗരാജാവ് തരാട്ടോ. എന്റെ ഭർത്താവിന് ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യില്ല, കൊത്തുള്ളൂ. അമൃത സകലകല വല്ലഭയാ, പാമ്പ് എടുത്തറിയാ. എന്റെ പൊന്നമൃതി, വേലിയിലിരിക്കുന്ന പാമ്പിന് നീ എന്തിനാ പുറത്തുനിന്ന് എടുക്കണേ? പാമ്പ് വിലക്ക് ഇതേ അമൃത അത് മറ്റേ പരിപാടി കളിക്കരുതാ. എന്റെ മാളത്തിലേക്ക് പാൽ ഒഴിച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാണ്ട് ബോഡി ഒന്ന് തണുത്തപ്പോ ചൂട് കായാൻ വേണ്ടിട്ട് സൺബാത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടന്നത്. അപ്പൊ നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. എന്താണോ എന്നെ വെറുതെ വിടാന്നാണ് പാമ്പ്. സോറി, പാമ്പെന്ന് വിളിക്കാൻ പാടില്ല, അതിഥി അഥവാ നാഗരാജാവ്. വാവ സുരേഷിന്റെ പണി പോയിട്ടോ, ഇനി തൊട്ട് വാവ അമൃതയാണ്. അവന്റെ എക്സ്പ്രഷൻ നോക്ക്, കള്ളൻ. സർവ്വ ഐശ്വര്യം ഉണ്ടാവും. എന്താ വെച്ചാ നാഗരാജാവിന് ഇഷ്ടായിരിക്കണം. അമൃതയ്ക്ക് സർവ്വ ഐശ്വര്യം ഉണ്ട്, ഭയങ്കര ഐശ്വര്യ. വീട്ടിൽ ചെന്ന് എറിയലാണ്. ഉമർലാദേവി അവിടെ നിന്ന് അങ്ങട്, അർജുൻ ഇവിടെ നിന്ന് ഇങ്ങട്. കുട്ടിയുടെ ഭർത്താവിന് ലേശ നീരസം ഉണ്ടോന്ന് സംശയം. എന്റെ പൊന്നു സ്വാമി, നീരസേ ഉള്ളൂ. അതാ ഇപ്പോ നാഗരാജാവ് ഒന്ന് ഭയപ്പെടുത്തിയിട്ട് പോയേ. അമൃതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. ഈ കുട്ടി ഉള്ളിടത്തോളം കാലം ഭർത്താവിന് സർപ്പകോപം ഉണ്ടാവില്ല. കാരണം അമൃതനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ബക്കണാവിന് സർപ്പകോപം ഉണ്ടാവും, അതുകൊണ്ട് ഇറക്കി വിടൂലല്ലോ. നീ വാ. ഈ പ്രണയം പൂവിടുമോ? പോടെന്ന് എനിക്ക് നാണോ. അതിഥിയിൽ നിന്നും ജീവിതം രക്ഷിച്ച അമൃതയെ അർജുൻ സ്വീകരിക്കുമോ? ആരടാ ഇതിന്റെ ഇടയ്ക്ക് തബല കൊട്ടുന്നേ? അവരൊന്ന് റൊമാൻറ്റിക് ആയിട്ട് വരട്ടെ. പോ. ഇവരെങ്ങനെ ഒന്നിച്ച പിന്നെ ഈ സീരിയൽ എങ്ങനെ പോവും? ഫ്രണ്ടിലേക്ക് ഒന്നിക്കൂല. അടുത്ത എപ്പിസോഡിൽ അടിച്ച് പിരിഞ്ഞിരിക്കും, നോക്കിക്കോ. തിരനന തിരനന തിരന തിരനന തിരനന തിരന. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ആയോ എന്ന് എനിക്കറിയില്ല. എനിക്കല്ല അമ്മ, എനിക്ക് തൃപ്തിയായി. എന്റെ വായിലെ വെള്ളവും പറ്റി, എന്റെ കുപ്പിയിലെ വെള്ളവും തീർന്നു, എന്റെ സൗണ്ട് കടഞ്ഞു. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ പോകുന്നു. കുപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലെ